STPI ബന്ധത്തെ ചൊല്ലി ആലപ്പുഴ CPMൽ പൊട്ടിത്തെറി. ചെങ്ങന്നൂർ ചെറിയനാട് സൗത്ത് ലോക്കൽ സെക്രട്ടറിയുടെ STPI ബന്ധത്തെ തുടർന്ന് 38 പാർട്ടി അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദിന്റെ ബിസിനസ് പങ്കാളിയാണ് STPI നേതാവ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ സ്വന്തം വാർഡിൽ STPI ജയിച്ചതിന് പിന്നിലും ഒത്തുകളിയാണെന്നുള്ള ആരോപണവുമുണ്ട്. 4 ബ്രാഞ്ച് സെക്രട്ടറിമാരും വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹികളുമാണ് കൂട്ടത്തോടെ രാജിവെച്ചത്. ഈ രാജിക്കത്തുകളുടെ പകർപ്പുകൾ ന്യൂസ് 18 ലഭിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ കുട്ടനാടിന് പുറമെ ചെങ്ങന്നൂരിലും കൂട്ടരാജി തുടരുകയാണ്. പാർട്ടിക്കുള്ളിലെ ഉൾപ്പോരാണ് കുട്ടനാട്ടിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെങ്കിൽ ഒരു പടി കൂടി കടന്ന ചെങ്ങന്നൂരിൽ SDPIയുമായുള്ള ബാന്ധവമാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്. ചെങ്ങന്നൂർ ചെറിയനാട് സൗത്ത് ലോക്കൽ കമ്മിറ്റി കീഴിലുള്ള 38 പാർട്ടി അംഗങ്ങളാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദിന്റെ SDPI ബന്ധത്തെ തുടർന്ന് CPM ജില്ലാ സെക്രട്ടറി R നാസറിന് രാജിയും സംസ്ഥാന നേതൃത്വത്തിന് പരാതിയും നൽകിയത്. കൊല്ലകടവിൽ പ്രവർത്തിക്കുന്ന ടൗൺ കഫേ എന്ന സ്ഥാപനം ഷീദ് മുഹമ്മദിന്റെയും SDPI പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക നേതാവ് അഷാദിന്റെയും ഉടമസ്ഥതയിലുള്ളതാണെന്ന് പ്രവർത്തകർ വ്യക്തമാക്കുന്നു. ചെങ്ങന്നൂർ ABVP നേതാവ് വിശാൽ വധക്കേസ് പ്രതിയും SDPI പ്രവർത്തകനുമായ ആഷിഖിനൊപ്പം LC സെക്രട്ടറി സ്ഥാപനത്തിന്റെ കൗണ്ടറിൽ നിൽക്കുന്ന ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിയാണ് പരാതി. സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത വർഗീയവിരുദ്ധ സദസ്സും ചെറിയനാട് നടത്താത്തതിന് പിന്നിലെ കാരണം പരിശോധിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. സ്വന്തം വാർഡിൽ CPMന്റെ സിറ്റിംഗ് സീറ്റിൽ SDPI സ്ഥാനാർത്ഥി വിജയിച്ചതിന് പിന്നിലും CPIM 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും രഹസ്യ ബാന്ധവത്തിന്റെ തെളിവാണെന്ന് രാജിക്കത്തിൽ പ്രവർത്തകർ ആരോപിക്കുന്നു. ഓട്ട, ഫീസ്, കൊരണ്ടിപ്പള്ളിശ്ശേരി, ചെറുമിക്കാട്, ആഞ്ഞിലിച്ചൂട് എന്നീ CPM ബ്രാഞ്ചുകളിലെ സെക്രട്ടറിമാരും SFI ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി, DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, CI2 ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി, SFI ചെറിയനാട് സൗത്ത് മേഖലാ സെക്രട്ടറി, DYFI യൂണിറ്റ് സെക്രട്ടറിമാർ, KSKTU മേഖലാ സെക്രട്ടറി എന്നീ പ്രമുഖർ രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നു. ഏരിയ നേതൃത്വത്തെ സമീപിച്ചിട്ടും ഫലം കാണാതായതോടെ ഫെബ്രുവരി 22-ന് ചാരമൂട് വെച്ച ജില്ലാ സെക്രട്ടറി R നാസറിന് ഇവർ രാജിക്കത്ത് നേരിട്ട് കൈമാറുകയായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാന്റെ സ്വന്തം തട്ടകത്തിലാണ് വർഗശത്രുക്കളുമായുള്ള രഹസ്യ ബാന്ധവത്തിന്റെ പേരിൽ പാർട്ടിയുടെ യുവനിര ഒന്നടങ്കം രാജിവെച്ചതെന്നതാണ് ശ്രദ്ധേയം. തിങ്കളാഴ്ച R നാസറിന്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് ചെങ്ങന്നൂരിൽ ഏരിയ കമ്മിറ്റി യോഗം വിളിച്ചിട്ടുണ്ട്. ഏരിയ നേതൃത്വത്തെ പലതവണ സമീപിച്ചിട്ടും പ്രശ്നപരിഹാരമാകാതായതോടെയാണ് ജില്ലാ നേതൃത്വത്തെ ചെങ്ങന്നൂരിലെ യുവനിര സമീപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പാർട്ടി എന്ത് നിലപാട് കൈക്കൊള്ളുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണേണ്ടത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഒരിക്കൽ ചർച്ച ചെയ്ത് പരിഹരിച്ച വിഷയമാണെന്നും അന്വേഷിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ ന്യൂസ് 18നോട് പറഞ്ഞു. അതേസമയം കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തി. SDPIയെ വളർത്താനാണ് CPM ശ്രമമെന്ന് കോൺഗ്രസ് നേതാവ് A ഷുക്കൂർ ആരോപിച്ചു. ചെങ്ങന്നൂരിൽ മാത്രമല്ല ആലപ്പുഴയിലെ പല കേന്ദ്രങ്ങളിലും CPM SDPI ബാന്ധവം സജീവമാണ്. അമ്പലപ്പുഴയിൽ ഇത് പ്രകടമായ തെളിവാണെന്നും ഷുക്കൂർ ആരോപിച്ചു. ചെങ്ങന്നൂർ മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ പല സുപ്രധാന കേന്ദ്രങ്ങളിലും ഇവർ തമ്മിൽ ഒരുമിച്ചാണ്. അതിന്റെ ഏറ്റവും പ്രകടമായ തെളിവ് അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ MLAയോട് ചോദിച്ചാൽ അതിന്റെ വിശദാംശങ്ങൾ അറിയാം. പക്ഷെ ഒരിക്കലും അവരിതൊന്നും പുറത്തു വരാൻ സമ്മതിക്കില്ല. പുറത്തു വന്നാലോട്ട് അത് അംഗീകരിക്കാനും തയ്യാറാകില്ല.